അയാള് കൂട്ടുകാരൻ തന്നെയല്ലേ ജോണി? അതെ. പിന്നെന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? അത് അവര് തമ്മിലൊരു ചേർച്ചയില്ല. അവൻ ഒന്നിലും ഒരു സ്ഥിരത ഇല്ലാതെ, പിന്നെ വീടോ സ്വന്തോ ബന്ധമോ ഒന്നും ഇല്ലാതെ ബോംബെയിൽ തെരുവില്. അതൊന്നും പറയണ്ട. അയാള് മാത്രമല്ലല്ലോ, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതെ, പക്ഷേ സ്വന്തവും ബന്ധമൊക്കെ ഉള്ള ഒരാളെ നമുക്ക് തേടി പിടിച്ചൂടെ? മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറയേ. ഭാനു, തനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും, ഈ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെയാണ് ആലോചിച്ചത്. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എനിക്ക് നേടണമെന്ന്. എനിക്ക് വേണ്ട, അവള് സന്തോഷമായിട്ടിരിക്കണം, അത് മതി. അത്രേ ഉള്ളൂ ആശ. സന്തോഷം ഉണ്ടാവില്ല, മാത്രമല്ല വലിയ വിഷമങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, അവളുടെ കുട്ടിയുടെ അയാളിപ്പോ അവിടെ ഉണ്ട്? ആ തെണ്ടിയോ? വേണ്ട, അവൾ അങ്ങനെ നിന്നോട്ടെ. ഞാനുള്ളിടത്തോളം കാലം അവൾ അവളുടെ കുഞ്ഞു പട്ടിണി കിടക്കില്ല. എന്തെങ്കിലും കാര്യമില്ലാന്ന് വിഷു അങ്ങനെ പറയോ? ഏതായാലും അതാ വെടിയെന്നൊന്നും ഇപ്പൊ വേണ്ട, ദാമു വരട്ടെ. അതാ ഞാനും പറയണേ. ആ എഴുത്ത് വിളി കയറി കളയാണ്ടിരുന്നെങ്കി ഒരെഴുത്ത് എഴുതി ചോദിക്കായിരുന്നു. ഇപ്പൊ വിലാസവും ഇല്ല. ഏട്ടൻ എന്നെ എഴുതൊന്നും വരുന്നു വിചാരിക്കണ്ട. അതെന്താ? എനിക്കിനി അങ്ങനെ ഒരു ഏട്ടനില്ല, മരിച്ചുപോയി. ഇവൾ എന്തൊക്കെയാ ഈ പറയണേ? നിഷേധി. എന്താ, ചത്തുപോയാലും ജീവിക്കാണ്ട് പറ്റുമോ? ഞാൻ വന്ന നേരം ശരിയായില്ലാന്ന് തോന്നുന്നു. എന്താ ഇന്നും ബാനുവിനൊരു ചൂട്? കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ ഇത്തിരി തുണിയും സാധനങ്ങളും ഒക്കെ വാങ്ങി. ഒരു ചെറിയ താലിമാലയും. അതൊന്നും ഇപ്പോഴേ വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു, എന്നാലും വാങ്ങി. എന്റെ കയ്യില് കാശിരിക്കില്ല, ഓട്ടക്കയ്യ. എവിടെ സുമ? ഇതൊക്കെ ഇഷ്ടമായെന്ന് നോക്കിയേ. ഇനി ഇഷ്ടമാകാത്തത് മാറ്റി തരണമെന്ന് കടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പുറത്തെടുക്കണ്ട. ഇഷ്ടാവാത്തത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒന്നും ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാ മതി. അല്ല, ഒന്ന് നോക്കാതെ എങ്ങനെ ഇഷ്ടമല്ലാന്ന്? എനിക്കിഷ്ടമല്ല, ഈ കല്യാണത്തിന് എനിക്കിഷ്ടമല്ല. മോനെ, ദാമു വന്നിട്ട് മതിയെന്ന്. ദാമോ? ഏത് ദാമു? വെറുതെ മറ്റൊരു വർത്താനം പറയരുത്. ഇതാ മനുഷ്യനെ കൊരകളിപ്പിക്ക. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം. ഓ, ഇനി ആലോചിക്കണമെന്നോ? അപ്പൊ ഇന്നലെ ആലോചിച്ചിട്ടൊന്നും അല്ലേ പറഞ്ഞത്? വിഷം വന്നപ്പോ അവൻ പറഞ്ഞ പറ്റില്ലെന്നും കൊന്നുകളയോ പന്നിനെ. അയാളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങക്ക് തോന്നി വേണ്ടെന്ന്. നിങ്ങൾക്ക് തോന്നുമ്പോ വേണം, തോന്നുമ്പോ വേണ്ടെന്ന് പറയാൻ ഞാൻ നിർത്തിക്കണം. അതിന് ഞങ്ങൾ അങ്ങനെ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. എനിക്ക് പെണ്ണിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ എനിക്ക് കിട്ടണം. അത് ഞാൻ കൊണ്ടുപോകും. വിശ്വനല്ല, അവന്റെ തന്തവന്ന് തടഞ്ഞാലും ഞാൻ കൊണ്ടുപോകും. ജോണിയാ പറയണത്. എന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അവന്റെ കൂടെ ജീവിച്ച് സുഖിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് ജീവനുണ്ടെങ്കിൽ നടക്കൂല. വാക്കിന് നെറിവില്ലാത്ത പൊട്ടിക്കൊഴുകേറി മക്കള്. നിറം മാറിയപ്പോ കണ്ടോ ഒരു കാട്ടുപോത്ത്? വെറുതെ ആണോ വിഷം സമ്മതിക്കാത്തത്? तो क्या है अपन का दोस्त या दुश्मन? ദോസ്ത്. എന്നിട്ടാണോ പട്ടി എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ എന്ത് ചെയ്യുന്ന? ഞാൻ സുമയെ കെട്ടി നിനക്ക് എന്താ അവളെ നിനക്ക് വേണോ? പൊന്നയുടെ മനെ തോന്നിയ പറഞ്ഞോണ്ടല്ലോ. പിന്നെ എന്താ നിനക്ക്? എനിക്കൊരു ജീവിതം ഉണ്ടായി നിനക്ക് എന്താ? എനിക്കൊരു കുടുംബം ഉണ്ടായി നിനക്ക് എന്താ? എനിക്കൊന്നുമില്ല, സന്തോഷ. പക്ഷെ നിന്റെ പഴയ വേല അത് ഞാൻ സമ്മതിക്കില്ല. എന്ത് വേല? രാധ നീ എവിടേക്ക് അയച്ചേ?
ഏത് രാധ? ജോണി, നീ എന്തിനാ റോഷനെ വരുത്തിയ? നിന്നോട് ഇല്ലാത്ത കള്ളത്തിനെ പറഞ്ഞ് നിന്റെ കണ്ണി അടിച്ചു പിടിക്കടാ തേണ്ടി. എന്നാ ഞാൻ വിറ്റു. എന്തേ? എനിക്ക് കാശ് വേണം, നീ തരുമോ? അതിനുവേണ്ടി ഞാൻ അവളെ വിറ്റു. എന്നിട്ട് നിനക്ക് സുമയെ കെട്ടിച്ചേരാൻ ഞാൻ സമ്മതിക്കണമല്ലേ? ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കണമല്ലേ? നീ എന്ത് നുണയും പറയും, എന്ത് ചതിയും ചെയ്യും. നിനക്ക് അമ്മയും പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ. ഞാൻ ഒരു പുതിയ ജീവിതത്തിന് എനിക്കൊന്നും കേൾക്കണ്ട. ചങ്കെടുത്ത് കാട്ടിയാലും നിർത്തടാ. സുമയെ കിട്ടും നീ മോഹിക്കണ്ട. ഞാനത് സമ്മതിക്കില്ല. നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ലെങ്കിലോ? ജോണി വിചാരിച്ച ആ 3 എണ്ണത്തിന് നിന്റെ മുന്നിൽ കൂടി കൊണ്ടുപോകുന്നത് കാണണോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കതിന് പറ്റുമോ? വിശ്വം, ബോംബെയിലെ തെരുവെന്ന് നിന്നെ പിടിച്ചെടുത്ത ഈ കൈയാണ്. ഈ കൈ പിടിച്ച് നമ്മൾ വളർന്നു ഇവിടെ വരെ എത്തി. ഈ കൈ ഇനി ഒരുമിച്ച് പോവില്ല. ഇനി നീ എന്റെ ശത്രു.